തെന്നിന്ത്യൻ സിനിമയിൽ നിന്ന് കോടിക്കണക്കിന് ആരാധകരുള്ള ഒരൊറ്റ പേരേയുള്ളൂ, സൂര്യ. വെറുമൊരു മാസ് ഹീറോ എന്നതിനപ്പുറം കഥാപാത്രത്തിന് വേണ്ടി സ്വന്തം ശരീരവും ആത്മാവും സമർപ്പിക്കുന്ന ഒരു നടൻ. ഒരു സാധാരണക്കാരനിൽ നിന്ന് തെന്നിന്ത്യൻ സിനിമയുടെ തലപ്പത്തേക്ക് സൂര്യ നടന്നു കയറിയ വഴി അത്ര എളുപ്പമായിരുന്നില്ല. ഇന്ന് നമ്മൾ നോക്കുന്നത് വെള്ളിത്തിരയിൽ വിറപ്പിച്ച കോടികളുടെ ബിസിനസ് സാമ്രാജ്യവും അതിലപ്പുറം വലിയൊരു ജീവകാരുണ്യ മനസ്സുമുള്ള സൂര്യ എന്ന ശരവണ ശിവകുമാറിന്റെ വിസ്മയിപ്പിക്കുന്ന ജീവിതകഥയാണ്. 1975 ജൂലൈ 23 തമിഴ് സിനിമയിലെ പ്രശസ്ത നടൻ ശിവകുമാറിന്റെ ലക്ഷ്മിയുടെ മൂത്ത മകനായി ശരവണൻ ശിവകുമാർ ജനിക്കുന്നത്. അനിയൻ കാർത്തിയും അനിയത്തി ബൃന്ദയും അടങ്ങുന്നതായിരുന്നു കുടുംബം. ഒരു സിനിമാ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും സിനിമയോട് ശരവണന് പണ്ടേ താല്പര്യമില്ലായിരുന്നു. ചെന്നൈ ലയോള കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടിയ ശേഷം അദ്ദേഹം ഒരു ഗാർമെന്റ്സ് ഫാക്ടറിയിൽ വെറും മാസശമ്പളക്കാരനായി ജോലിക്ക് ചേർന്നു. തന്റെ അച്ഛൻ ഒരു പ്രശസ്ത നടനാണെന്ന കാര്യം പോലും അദ്ദേഹം അവിടെ ആരോടും പറഞ്ഞിരുന്നില്ല. പിന്നീട് കടങ്ങൾ വീട്ടാനും സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനുമുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തെ അവിചാരിതമായി സിനിമയിലേക്ക് എത്തിക്കുന്നത്. 1997 മണിരത്നം നിർമ്മിച്ച വസന്ത് സംവിധാനം ചെയ്ത നേർക്കുനേർ എന്ന ചിത്രത്തിലൂടെയാണ് ശരവണൻ സിനിമയിലെത്തുന്നത്. സിനിമയ്ക്ക് വേണ്ടി മണിരത്നമാണ് അദ്ദേഹത്തിന് സൂര്യ എന്ന പേര് നൽകിയത്. വിജയ്ക്കൊപ്പം അഭിനയിച്ച ആദ്യ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും സൂര്യയ്ക്ക് കരിയറിന്റെ തുടക്കം കടുത്ത പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. ഡാൻസ് കളിക്കാൻ അറിയില്ല, ഡയലോഗ് ഡെലിവറി പോരാ, ക്യാമറയ്ക്ക് മുന്നിൽ ആത്മവിശ്വാസമില്ല എന്നിങ്ങനെ കടുത്ത വിമർശനങ്ങളാണ് ആദ്യ നാളുകളിൽ സൂര്യയ്ക്ക് നേരിടേണ്ടി വന്നത്. പലരും സൂര്യയുടെ സിനിമാ ഭാവി പ്രവചിച്ച് എഴുതിത്തള്ളി. എന്നാൽ വിമർശിച്ചവർക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ സൂര്യ തയ്യാറായിരുന്നില്ല. 2001 സംവിധായകൻ ബാലയുടെ നന്ദ എന്ന ചിത്രം സൂര്യയുടെ കരിയർ പൂർണ്ണമായി മാറ്റിമറിച്ചു. ഒരു പുതിയ സൂര്യയാണ് ലോകം ആ സിനിമയിൽ കണ്ടത്. പിന്നീട് ഗൗതം വാസുദേവ് മേനോന്റെ ഖാഖ ഖാഖ എന്ന ചിത്രത്തിലെ അൻപു ചെൽവൻ IPS എന്ന പോലീസ് വേഷം സൂര്യയെ തമിഴകത്തിന്റെ പുതിയ യൂത്ത് ഐക്കണാക്കി മാറ്റി. തുടർന്ന് വന്ന പിതാമഹൻ എന്ന ചിത്രത്തിലൂടെ കോമഡിയും ഇമോഷനും നിറഞ്ഞ പ്രകടനം സൂര്യ എന്ന നടന്റെ വൈവിധ്യം തെളിയിക്കുന്നതായിരുന്നു. 2005 പുറത്തിറങ്ങിയ AR മുരുകദാസിന്റെ ഗജനി സൂര്യയെ തമിഴ്നാടിന് പുറത്തേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലും ആന്ധ്രയിലും വൻ ജനപ്രിയനാക്കി. ചിത്രത്തിനു വേണ്ടി അദ്ദേഹം നടത്തിയ ശാരീരിക മാറ്റങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. തൊട്ടടുത്ത വർഷങ്ങളിൽ വന്ന വാരണമായിരം എന്ന ചിത്രത്തിൽ ഒരേ സമയം 17 വയസ്സുകാരനായും 65 വയസ്സുകാരനായ അച്ഛനായും സൂര്യ പകർന്നാടി. തുടർന്ന് ഹാരി സംവിധാനം ചെയ്ത സിംഹം പരമ്പരകളിലൂടെ തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന മാസ് സൂപ്പർ സ്റ്റാറായി സൂര്യ സിംഹാസനമുറപ്പിച്ചു. കോവിഡ് പ്രതിസന്ധി കാലത്ത് സിനിമാ ലോകം സ്തംഭിച്ചു നിന്നപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ സൂര്യ ചിത്രം സൃഷ്ടിച്ചു. ക്യാപ്റ്റൻ ഗോപിനാഥിന്റെ ജീവിതം പറഞ്ഞ സുരാരെ പോട്രെ എന്ന ചിത്രം ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ ചർച്ചയായി. ഈ ചിത്രത്തിലെ നെടുമാരൻ രാജാംഗം എന്ന കഥാപാത്രങ്ങളിലൂടെ മികച്ച നടനുള്ള രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരമായ ദേശീയ ചലച്ചിത്ര അവാർഡ് സൂര്യയെ തേടിയെത്തി. തൊട്ടു പിന്നാലെ വന്ന ജയഫീം എന്ന ചിത്രം പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ കഥ പറഞ്ഞ അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധ നേടി. സിനിമയിലെ നായകനേക്കാൾ വലിയൊരു നായകനാണ് യഥാർത്ഥ ജീവിതത്തിൽ സൂര്യ. അദ്ദേഹം തുടങ്ങിയ അഗരം ഫൗണ്ടേഷൻ വഴി തമിഴ്നാട്ടിലെ ആയിരക്കണക്കിന് നിർധരരായ വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നത്. 2D എന്റർടൈൻമെന്റ്സ് എന്ന സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയിലൂടെ മികച്ച സിനിമകൾ നിർമ്മിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തുന്നു. നടി ജ്യോതികയുമായുള്ള പ്രണയവും വിവാഹവും മാതൃകാപരമായ കുടുംബജീവിതവുമെല്ലാം സൂര്യയെ ജനങ്ങൾക്ക് കൂടുതൽ പ്രിയങ്കരനാക്കുന്നു. കഠിനാധ്വാനം കൊണ്ടും കടുത്ത സമർപ്പണം കൊണ്ടും ഏതൊരു സാധാരണക്കാരനും സ്വപ്നങ്ങൾ കീഴടക്കാമെന്ന് തെളിയിച്ച വ്യക്തിത്വമാണ് സൂര്യ. വരാനിരിക്കുന്ന വലിയ പ്രോജക്റ്റുകളിലൂടെ അദ്ദേഹം ഇന്ത്യൻ സിനിമയെ ഇനിയും അത്ഭുതപ്പെടുത്തുമെന്ന് തീർച്ചയാണ്. സൂര്യ എന്ന ഈ അഭിനയ സിംഗത്തിന് നമ്മുടെ എല്ലാവിധ ആശംസകളും.